ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് കേരളത്തെ സംബന്ധിച്ച് കുറച്ചു കാലം ഉണ്ടായിരുന്നത്. അതിൽ പല ട്രോളുകളും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഒരു അപ്പം കഥയാണല്ലോ. ഈ ട്രെയിനിൽ അതെ കേരളയിൽ കോഴിക്കോടെന്ന് അപ്പം ഉണ്ടാക്കി കൊച്ചി കൊണ്ടുവന്ന് വിറ്റിട്ട് തിരിച്ചു പോകുന്ന ചൂടാറും മുമ്പ്. അതെ, ഇപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും ചർച്ച ഉണ്ടായിരിക്കുകയാണ്. പിണറായി വിജയൻ ഇതിൻ്റെ അനുവാദം വാങ്ങാനായി ഡൽഹിയിലെ കേന്ദ്ര നേതാക്കളെ മന്ത്രിമാരെ സന്ദർശിക്കുകയാണല്ലോ. കേരളയിൽ വരുമോ? കേരളയിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളാണ്. നമ്മളിപ്പോൾ കണ്ടതാണല്ലോ, ദേശീയപാതയുടെ കാര്യത്തിൽ തന്നെ ഈ പാത നിർമ്മിച്ച് മലബാറിൽ മലപ്പുറം ജില്ല തൊട്ട് അങ്ങോട്ട് പലയിടത്തും വിള്ളലുണ്ടായിരിക്കുന്നു. റോഡ് പൊട്ടിപ്പിളർന്നു പോയിരിക്കുന്നു. നിർമ്മാണത്തിലെ പിഴവുകൾ കൊണ്ടാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലും ആ കുഴപ്പം വരണമായിരുന്നു. പക്ഷേ അത് അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. മലപ്പുറം തൊട്ട് അങ്ങോട്ട് മലപ്പുറത്തും കണ്ണൂരുമാണ് പ്രശ്നങ്ങൾ കൂടുതലുണ്ടായിരിക്കുന്നത്. അത് ഭൂമിയുടെ ഉറപ്പും മണ്ണിൻ്റെ ഘടനയും ഒക്കെ അവിടെ വലിയ വിഷയമാണ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഈ കേരളിൻ്റെ കാര്യത്തിൽ പിണറായി വിജയൻ എന്തിനാണ് ഈ വാശി പിടിക്കുന്നത്? ഈ ചോദ്യമല്ലേ ഇപ്പോൾ ഉയരുന്നത്. കാരണം ദേശീയപാതയിൽ കേരളത്തിന് ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ, ഈ ദേശീയപാത നിർമ്മിച്ചത് തകർന്നു, അവിടെ റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു, റോഡ് വിണ്ട് കീറി പൊട്ടിപ്പൊളിഞ്ഞു, അല്ലേ? അതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് സംബന്ധിച്ചിപ്പം NHAIയുടെ ചെയർമാൻ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ തന്നെ കേരളത്തിൽ വരികയും നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തുകയും വിശകലനം ചെയ്യുകയും ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ചീഫ് സെക്രട്ടറിയും കണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം, ഇത് ഈ സാങ്കേതികമായ പിഴവുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അവരെ ഒന്നും കൂടുതൽ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാരണം കേരളത്തിലെ മണ്ണിൻ്റെ ഘടന അങ്ങനെയാണ്, ഭൂമിയുടെ ഉറപ്പ് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഈ കേരളിന് അനുമതി കിട്ടും എന്ന് യാതൊരു ഉറപ്പുമില്ല. പിന്നെ എന്തിനാണ് പിണറായി വിജയൻ ഈ കേരയിൽ എന്നും പറഞ്ഞ് ഇങ്ങനെ ചാടിത്തുള്ളുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. അത് വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. വളരെ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ കേരളയിലും. അല്ല, ഈ പൗരത്വ ഭേദഗതി ഉണ്ടായിരുന്നല്ലോ, അതുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ഒരു വലിയ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അതിന് സമാനമായ ഒരു ഉറപ്പാണ് പല വേദികളിലും ഈ കേരളയിലുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അദ്ദേഹത്തിന് തന്നെ ഒരു പ്രസ്താവനയുണ്ട്, കേരളയിൽ വരും കേട്ടോ എന്ന് പറയുന്ന ഒരു പ്രസ്താവന തന്നെയുണ്ട്. കേരളയിൽ വാട്ടർ മെട്രോ അങ്ങനെ പലതും അദ്ദേഹം പറഞ്ഞു. അതിലിപ്പോൾ വാട്ടർ മെട്രോ ആരും പറയണ്ട, കേരളത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. മഴ പെയ്താൽ കേരളം മുങ്ങുന്ന അവസ്ഥയിലാണ്. നമ്മുടെ വാഹനങ്ങളെല്ലാം ഈ വെള്ളത്തിൽ കൂടി ബോട്ട് സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിച്ചു പോകേണ്ട ഗതികേടിലാണ്. വാഹനങ്ങൾ പലതും വെള്ളം കയറി വഴിയിലാകുന്നതും പതിവ് കാഴ്ചയാണ്. ഇതൊക്കെ എല്ലാവരും. അതുകൊണ്ട് വാട്ടർ മെട്രോയുടെ കാര്യത്തിൽ പിണറായി വിജയൻ വാക്ക് പാലിച്ചു. പക്ഷേ കേരളിൻ്റെ കാര്യത്തിൽ ഈ കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞത് ഈ CAA വിരുദ്ധ സമരകാലത്ത് ഈ നിയമം ഇവിടെ നടപ്പാക്കില്ല, ഈ ഭേദഗതി കേരളത്തിൽ നടക്കില്ല എന്ന് പിണറായി. അതാണ് കേന്ദ്ര സർക്കാർ പലതവണ ഇതിന് അനുവാദം കൊടുക്കാതിരുന്നിട്ടും അങ്ങനെ ആ സാഹചര്യത്തിൽ അവർ പറയുന്നുണ്ടല്ലേ, ഈ മാറ്റം വരുത്തിയാൽ അനുവാദം നൽകാമെന്ന് പറയുന്നുണ്ടല്ലോ. അത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്. അല്ല, ആ മാറ്റം വരുത്തുന്നത് എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം. ഈ ശ്രീധരൻ പറഞ്ഞ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു, ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളത്. ഇത് രണ്ടിൻ്റെയും ഈ പാളങ്ങളുടെ വീതി സംബന്ധിച്ച് ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുകയാണ്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിയാൽ പുതിയൊരു പാതയ്ക്കുള്ള അനുമതി നൽകാം എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അല്ലാതെ കേന്ദ്ര സർക്കാർ സിൽവർ ലൈനിന് അനുമതി കൊടുക്കാം എന്നല്ല. നിങ്ങൾ അതായത് നമ്മുടെ ഇപ്പോഴത്തെ നിലവിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട് പോകുന്ന മെയിൻ ലൈൻ ഉണ്ടല്ലോ കേരളത്തിൽ, 2 വരി പാത ഇപ്പോൾ ഏതാണ്ട് എല്ലായിടത്തും പൂർത്തിയായി. തിരുവനന്തപുരം തൊട്ട് നമുക്ക് പാലക്കാട് വഴി പോകുന്നതാണെങ്കിലും മംഗലാപുരത്തേക്ക് പോകുന്ന പാതയാണെങ്കിലും 2 വരി വളരെ കൃത്യമായിട്ട് ഡബിൾ ലൈൻ ആണിപ്പോൾ. അതുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന തരത്തിൽ നിങ്ങൾക്ക് ഈ കേരളിൻ്റെ അലൈൻമെൻറ്റ് കൊണ്ടുവരാമെങ്കിൽ, ഈ സിൽവർ ലൈനിൻ്റെ അലൈൻമെൻറ്റ് കൊണ്ടുവരാമെങ്കിൽ നമുക്കത് ആലോചിക്കാം എന്നാണ്. അവിടെ തന്നെ ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഗുജറാത്തിൽ ബോംബെയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കുന്ന പദ്ധതി ഉണ്ടല്ലോ, അത് ഏതാണ്ട് വളരെ വലിയ തോതിൽ അത് മുന്നേറിക്കഴിഞ്ഞു.
അത് വളരെ വലിയ താമസമില്ലാതെ അത് കമ്മീഷൻ ചെയ്യും എന്ന് നമുക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ പരീക്ഷണോട്ടം, അതിൻ്റെ ആ ട്രെയിൻ നിർമ്മിച്ച് അതിൻ്റെ എൻജിൻ നിർമ്മിച്ച് അത് ജപ്പാനിൽ അതിൻ്റെ പരീക്ഷണോട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇവിടെ പക്ഷെ നമുക്ക് അങ്ങനെ അതുപോലെ ഈ സെമി ഹൈസ്പീഡ് റെയിലും അല്ല, ബുള്ളറ്റ് ട്രെയിൻ ആലോചിക്കുകയേ വേണ്ട, ഹൈസ്പീഡ് ആലോചിക്കുകയേ വേണ്ട, സെമി ഹൈസ്പീഡ് എന്നുള്ള ഒരു തത്വത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതായത് മണിക്കൂറിൽ 180 കിലോമീറ്റർ വരെ വേഗത്തിൽ പോകാം, അത്രയും വരെ വേഗത്തിൽ പോകാം എന്നുള്ളതാണ്. അത് തന്നെ താങ്ങാൻ കേരളത്തിൻ്റെ മണ്ണിന് കരുത്തുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞതുപോലെ സെമി ഹൈസ്പീഡിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പുതിയ ലൈനാണ് കൊണ്ടുവരുന്നത്. ആ പുതിയ ലൈൻ നിലവിലെ നമ്മുടെ പാതയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ അതിനെ ബന്ധിപ്പിക്കാമോ, അത് സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ കൃത്യമായൊരു ഉത്തരം കൊടുക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇവിടെ ഈ ശ്രീധരൻ പറയുന്നു ഇത് ലാഭത്തിലാകണമെങ്കിൽ ഏത് പദ്ധതിയും ലാഭത്തിലായാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ, അല്ലേ? വെറുതെ നമുക്ക് ആഡംബരം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി ഉണ്ടാക്കി തെക്ക് വടക്ക് ട്രെയിൻ ഓടിച്ചിട്ട് കാര്യമുണ്ടോ? അതിനകത്ത് ആൾക്കാർ കയറണം, ആൾക്കാർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകണം, അതിൽ നിന്ന് വരുമാനം ഉണ്ടാകണം, അല്ലേ? ഇതിനൊക്കെ പണം കടം വാങ്ങിയാണ് ചിലവാക്കുന്നത്. അപ്പോൾ ആ കടം വാങ്ങുന്നതിൽ കേന്ദ്രത്തിൻ്റെ അനുവാദം വേണം. വികസന പദ്ധതികൾക്ക് ഇവിടെ കടം വാങ്ങുന്നത് പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാനുമാണ്, വികസന പദ്ധതികൾക്ക് ചിലവഴിക്കാനല്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ കടം വാങ്ങുന്നത് വികസന പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ്. അത് പ്രയോജനപ്പെടുത്തി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയാണ് ആ കടം അവർ വീട്ടുന്നത്. അതുകൊണ്ട് തമിഴ്നാട് തൊട്ട് അങ്ങോട്ട് മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും പറയാനേറെയുണ്ട് നേട്ടങ്ങൾ. പക്ഷെ കേരളത്തിനോ അതൊന്നുമില്ല. പിണറായി വിജയന്റെ ഒരു സ്വപ്ന പദ്ധതിയാണല്ലോ ഇത്. അതാണ് അദ്ദേഹം നിരന്തരം പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. പിണറായി വിജയന് ഈ കേരയിൽ എന്ന് പറയുന്നത് ഒരു സ്വപ്ന പദ്ധതിയാണോ അതോ അത് പൊന്മുട്ടയിടുന്ന ഒരു താറാവാണോ? ഈ ചോദ്യം പല രാഷ്ട്രീയ നിരീക്ഷകരും ഉയർത്തിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അതിനെക്കുറിച്ച് വലിയ അഴിമതിയും മറ്റും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. പ്രതിപക്ഷം വലിയ അഴിമതി ആരോപണങ്ങളാണ് ഉന്നയിച്ചതൊക്കെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇപ്പോൾ പോകുന്ന പ്രധാന പാതയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഇതിനെ ബന്ധിപ്പിക്കാൻ കഴിയും എന്നൊരു ഉറപ്പ് ആരും കൊടുക്കുന്നില്ല. ഈ ശ്രീധരൻ പറയുന്നത് ആ തരത്തിൽ അതുമായിട്ട് ബന്ധിപ്പിച്ചാൽ ഇത് ലാഭമായിരിക്കും, അല്ലാതെ ഇത് ലാഭമാകില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹം ബദൽ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം തൊട്ട് ചെങ്ങന്നൂർ വരെ സബർബൻ റെയിൽവേ ഓടിക്കുക, ഇപ്പോഴുള്ള നിലവിലുള്ള 2 വരി പാതയെ 4 വരിയാക്കുക, അതിലൂടെ വലിയ വ്യത്യാസങ്ങളുണ്ടാകും. അതുപോലെ എറണാകുളത്ത് ഇപ്പോൾ മെട്രോ ട്രെയിനുണ്ട് എറണാകുളത്ത്. ഈ മെട്രോയെ തൃശ്ശൂരിലേക്ക് നീട്ടുക, അത് സുരേഷ് ഗോപിയുടെയും ഒരു സ്വപ്ന പദ്ധതിയാണ്. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഈ ശ്രീധരൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ ഒന്നും മുഖവിലക്കെടുക്കാൻ പിണറായി സർക്കാർ തയ്യാറായിട്ടില്ല എന്നാണ് പൊതുവേ ഉള്ള നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി എന്തെങ്കിലും രഹസ്യമായിട്ട് വല്ല ചർച്ചകളൊക്കെ നടത്തി തീരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇപ്പോൾ വീണ്ടും ഈ നിതിൻ ഗഡ്കരിയെയും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെയും ഒക്കെ കണ്ട് സംസാരിക്കാനാണ് മുഖ്യമന്ത്രി പോയിരിക്കുന്നത്. പല ആവശ്യങ്ങളുണ്ട്. ഡൽഹിയിൽ പോകുന്നത് വെറുതെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആയിരിക്കില്ലല്ലോ. കേരളത്തിൻ്റെ പല ആവശ്യങ്ങൾ ഡൽഹിയിൽ സംസാരിക്കാനാണ് പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ കേരയിൽ വീണ്ടും പൊടിതട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഈ കേരയിൽ എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ ഈ കേരയിൽ എങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് അറിയില്ല. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിടത്തോളം അതിന് വലിയ എതിർപ്പാണ് കേരളത്തിൽ നിന്ന് ഉയർന്നത്. സമാനതകളില്ലാത്ത പ്രതിഷേധവും പ്രതിരോധവുമാണ് കേരളിൻ്റെ കാര്യത്തിൽ ഉയർന്നത്. അന്ന് പിണറായി വിജയൻ വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയെങ്കിലും ഈ പറയുന്നത് പോലെ ജനങ്ങളുടെ പ്രതിഷേധത്തിന് മുന്നിൽ അദ്ദേഹം മുട്ടുമടക്കേണ്ടി വന്നു അദ്ദേഹത്തിന് എന്നുള്ളതാണ് സത്യം. ഈ കുഴിച്ചിട്ട മഞ്ഞ കുറ്റികളെല്ലാം ആൾക്കാർ പിഴുത് തോട്ടിലേക്ക് എറിയുന്ന ദൃശ്യങ്ങളാണ് കേരളം കണ്ടത്. ഏതായാലും പ്രതിപക്ഷം അവരുടെ ധർമ്മം നിർവഹിക്കട്ടെ, ഭരണപക്ഷം അവരുടേതും. പക്ഷേ ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്തൊരു പദ്ധതി കൊണ്ടുവന്ന് അവരുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് അതിൽ നിന്ന് മറ്റെന്തെങ്കിലും നേട്ടങ്ങൾ കൊയ്യാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ എത്രത്തോളം വിജയിക്കും എന്നുള്ളത് അവരൊക്കെ തന്നെ ചിന്തിക്കട്ടെ. ഈ പറഞ്ഞതുപോലെ കേന്ദ്രത്തിൽ നിന്ന് അനുമതി നേടിയെടുക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. അതെത്രത്തോളം ഇന്നത്തെ നിലയിൽ ഈ സാങ്കേതിക പാരിസ്ഥിതിക അനുമതികൾ കിട്ടാൻ വലിയ പ്രയാസമാണ്. അതെത്രത്തോളം സാധിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. വീണ്ടും ഒരു ജനകീയ സമരത്തിലേക്ക് കേരളം പോകും എന്നതാണ് ഈ കേരളിൻ്റെ കാര്യത്തിൽ കൂടുതൽ കടുംപിടുത്തം നടത്തിയാൽ ഉണ്ടാവുക. ജനങ്ങളെ
കൂടുതൽ അവരെ ബുദ്ധിമുട്ടിച്ചാൽ അവർ വലിയ പ്രതിഷേധം ഉയർത്തും. അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ ദോഷകരമായിട്ട് ഇടതുമുന്നണിയെ ബാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇത് കേവലം ഒരു വ്യക്തിയെയോ ഏതെങ്കിലും ഒരു ജില്ലയെയോ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇത് കേരളത്തിന് നെടുകെ പിളർന്നുകൊണ്ട് പോകുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയിൽ തീർച്ചയായിട്ടും ജനങ്ങൾ അത് വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ വലിയ ആലോചനകൾ നടത്തിയിട്ട് വേണം ഇതിലേക്ക് മുന്നോട്ട് പോകാൻ. അതിലിപ്പോൾ കേന്ദ്രമന്ത്രിമാരെയൊക്കെ കണ്ടിട്ട് വരട്ടെ, അവരെന്ത് പറയുന്നു എന്നുള്ളത് നോക്കാം, കാത്തിരുന്ന് കാണാം എന്താണ് കേരളത്തിന് സംഭവിക്കുക. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഫോണിനടക്കമുള്ളവർക്ക് ഉള്ള പദ്ധതികളിലെല്ലാം എന്ത് സംഭവിച്ചു അതൊക്കെ തന്നെ ആയിരിക്കും കേരളത്തിനും സംഭവിക്കുക എന്നാണ് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.